അവിടെ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ആന്റണി ചേട്ടനോട്ടൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞ ഓരോട്ടൊക്കെ മീറ്റിംഗ് സക്സസ് ആയി. വിപിൻ ദാസ് ലാലേട്ടൻ പടം അങ്ങനെ ഏകദേശം കൺഫേം ആയി. ആന്റണി പെരുമ്പാവൂരുമായിട്ട് ഡിസ്കഷൻ നടന്നിട്ടുണ്ടെന്ന് വിപിൻ ദാസ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സിനിമ സംഭവിക്കുകയാണെങ്കിൽ ആശീർവാദ് സിനിമാസ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബറോസിൻ്റെ തിരക്കുകൾ കാരണം ലാലേട്ടന് ഈ ഒരു കഥ കേൾക്കാനുള്ള സമയം കിട്ടിയില്ല. ഇനി ലാലേട്ടനുമായി അവസാനഘട്ട മീറ്റിംഗ് ഉണ്ടെന്നാണ് വിപിൻ ദാസ് ക്യൂ സ്റ്റുഡിയോയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. ലാൽ സാറിനെ കഥ കേൾക്കാം, പുള്ളി ബറോസിന്റെ തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കേൾക്കാന്നുള്ളൊരു പ്ലാനാണ്. വിപിൻ ദാസ് അടുത്തതായിട്ട് പൃഥ്വിരാജിൻ്റെ സന്തോഷ് ട്രോഫി എന്ന സിനിമയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ലാലേട്ടൻ വിപിൻ ദാസ് സിനിമ സംഭവിക്കുകയാണെങ്കിൽ കാലതാമസം എന്തായാലും എടുക്കും. ഈ വർഷം വലിയ ലൈനപ്പാണ് ലാലേട്ടനുള്ളത്. ഈ വർഷം ലാലേട്ടൻ ചെയ്യാനിരിക്കുന്ന ജിത്തുമാധവൻ്റെ സിനിമയൊക്കെ അത്യാവശ്യം പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ്. ചോട്ടാ മുംബൈയൊക്കെ പോലെ ആക്ഷൻ കോമഡി ജോണറിൽ വരുന്ന സിനിമ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വർഷം ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. 150 ദിവസത്തോളം ഷൂട്ടിംഗ് ആണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ സിനിമയിൽ 100 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഉള്ളതെന്നും പറയുന്നുണ്ട്. ശ്രീ ഗോകുലം മൂവീസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മിക്കവാറും 2026 വിഷു റിലീസൊക്കെ ആയിട്ടായിരിക്കാം ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.